ഹായ്, നമുക്കിന്ന് ഡബിൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് സെൻറ്ററിലുള്ള ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് മുകളിലിരിക്കുന്ന ലൈനിലോട്ട് ലോങ് ചെയിൻ സ്റ്റിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് താഴേക്കൊന്ന് വലിക്കുക. അതിനുശേഷം അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ടൊരു ഹോറിസോണ്ടലായി സ്റ്റിച്ച് ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, നേരെ താഴെ വീണ്ടും ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുകളിലോട്ടൊന്ന് വലിക്കുക. അതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. വീണ്ടും മുകളിലേക്ക് പോകാം, താഴേക്കൊന്ന് വലിക്കാം, താഴെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും താഴെ തന്നെ നമുക്ക് ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുകളിലോട്ടൊന്ന് വലിക്കാം, അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഹൊറിസോണ്ടലായിട്ട് ഒരു സ്റ്റിച്ച് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ നടുക്കിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ ബോർഡറുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. ബ്ലൗസ് സ്ലീവിൻ്റെ നെക്കിൻ്റെ ബോർഡറിലൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഹൊറിസോണ്ടൽ ലൈനിൽ ഓരോ ബീഡ്സൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ആരി വർക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ അത് ഓരോന്നായിട്ട് എടുത്ത് കണ്ട് പഠിച്ചാൽ മതിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്കായി എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ചാനൽ ഹാൻഡ് എംബ്രോയിഡറി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർ അതും നോക്കി പഠിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് എൻ്റെ നോട്ട് ഇടുമ്പോൾ നടുക്കത്തെ ലൈനിൽ തന്നെ നമ്മൾ എൻ്റെ നോട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. എന്നാലേ കാണാൻ ഒരു ഫിനിഷിങ് കാണത്തുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ബോർഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മുകളിലും താഴിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ മുകളിലുള്ള ലൈനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ഞാൻ ആ ലൈനിൽ കൂടി ചെയിൻ സ്റ്റിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മുകളിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴത്തെ ലൈനിലും അതുപോലെ തന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇതുപോലൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇതുപോലെ ഒരു വേവ് ലൈൻ വരയ്ക്കണം. ഇങ്ങനെ സെയിം ഡിസ്റ്റൻസിൽ 3 ലൈൻ വരച്ചതിന് ശേഷം അതിൽ ഇതുപോലെ ഈ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സർക്കിൾ വരച്ചതിന് ശേഷം അതിനകത്തും നിങ്ങൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.